ഇറാന്റെ സാമ്പത്തിക തകർച്ചയ്ക്കും പ്രക്ഷോഭത്തിനും ഉത്തരവാദി അമേരിക്കയെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി. നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടയിലാണ് സാമ്പത്തിക തകർച്ച എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ട് എന്ന പ്രസക്തമായിരിക്കുന്നൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുൻപാകെ വെക്കുന്നു എന്നാണ് മീഡിയക്കാരോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇന്നോ ഇന്നലെയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പോ ഉള്ളതല്ല. ഒരുപാട് കാലമായി ഇതിൻ്റെ പിറകെ അമേരിക്ക ഉണ്ട്. അമേരിക്ക ഒരു രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം തന്നെ സാമ്പത്തിക മേഖലയാണ് തകർക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നോക്കും. പിന്നീട് ഏറ്റവും ഒടുവിലെ ഘട്ടത്തിലാണ് സൈനികമായിരിക്കുന്ന ഇടപെടലുണ്ടാവുക. അവരുടെ സ്വഭാവ രീതിയും മുൻകാലങ്ങളിൽ മറ്റ് രാജ്യങ്ങൾക്കിടയിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനമൊക്കെ വെച്ചുകൊണ്ട് വിലയിരുത്തുന്ന സമയത്ത് ഇങ്ങനെയാണ് ബോധ്യപ്പെടുക. ഇറാൻ എന്ന് പറയുന്ന രാജ്യം വലിയ രീതിയിൽ പെട്രോളിയം ഖനികളുള്ള രാജ്യമാണ്. മിഡിൽ ഈസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം പെട്രോളുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇറാൻ്റെ പേരുണ്ട്. തങ്ങൾക്കത് നിർമ്മിക്കാൻ സാധിക്കാത്തതല്ല പ്രശ്നം, പകരം അത് വിൽപ്പന നടത്തുന്നതിൽ അമേരിക്ക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി എന്നുള്ളതാണ്. ഉപരോധം എന്ന് പറയുന്ന സമയത്ത് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. അദ്ദേഹം പറയുന്നു, രാജ്യത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിയന്ത്രണം ഉണ്ടാവുക. നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അല്ല സാധാരണഗതിയിൽ സാമ്പത്തിക ഉപരോധം നിയന്ത്രിക്കപ്പെടുന്നത്, മറ്റ് രാജ്യങ്ങളെയാണ്. അമേരിക്കയെ പിന്തുണയ്ക്കുകയും അമേരിക്കയോട് സഹകരിക്കുകയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഭീഷണിക്ക് വിധേയമാകുന്ന രാജ്യങ്ങളോടും ഇറാൻ്റെ കയ്യിൽ നിന്ന് പെട്രോളിയം വാങ്ങരുത് എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കും. ആ നിർദ്ദേശത്തിനനുസരിച്ച് മറ്റ് രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് പെട്രോളിയം വാങ്ങാതിരിക്കുകയും അതിന് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നൊരു സ്ഥിതി ഉണ്ടാവും. ഈ ഒരു സാഹചര്യങ്ങൾ അമേരിക്ക സൃഷ്ടിച്ചാണ്. എന്തുകൊണ്ട് അമേരിക്ക സൃഷ്ടിച്ചു? അമേരിക്കക്കെതിരെ അതിൻ്റെ നയത്തിനെതിരെ സമീപനത്തിനെതിരെ എല്ലാ കാലത്തും ഉറക്കെ എതിർപ്പ് പ്രകടിപ്പിച്ച രാജ്യങ്ങളിലൊന്ന് ഇറാനാണ്. 1979 ശേഷം ഇറാൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അത് കൃത്യമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കും. ആ കാലഘട്ടത്തോടനുബന്ധിച്ച്, അതായത് പഹ്ലവി ഭരണം രാജ്യത്ത് നട്ടിമറിക്കപ്പെട്ടതിന് ശേഷം സാമ്പത്തികമായ രംഗത്തുള്ള തകർച്ചയ്ക്ക് അമേരിക്ക വലിയ രീതിയിലുള്ള താല്പര്യം കാണിക്കുകയും അതിൻ്റെ പിന്തുടർച്ച എന്ന തരത്തിൽ അത് രാജ്യത്തിന് പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പരിധിവരെ. റഷ്യയും ചൈനയും പോലെയുള്ള രാജ്യങ്ങളാണ് പല ഘട്ടങ്ങളിലും ഇറാനെ സഹായിച്ചത്. ഇത്രയെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി സാധിച്ചതും അവരാണ്. സാമ്പത്തിക ഉപരോധം പിൻവലിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അത്തരമൊരു സാഹചര്യം ഉണ്ടായാലും വളരെ എളുപ്പത്തിൽ തന്നെ സാമ്പത്തികപരമായ രീതിയിൽ രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം വളരെ പെട്ടെന്ന് ഉയരാൻ വേണ്ടി സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതൊരിക്കലും അമേരിക്ക സമ്മതിക്കുകയില്ല. അപ്പോൾ ഈ രാജ്യത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് അറിയാത്ത ആളുകളാണ് ഇപ്പോൾ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനെ പ്രതിരോധിക്കൽ അനിവാര്യമാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അതിന് സൈനികപരമായിരിക്കുന്ന ശക്തി ശേഖരിക്കപ്പെട്ട് സംഭരിക്കപ്പെട്ടത് ലോകത്തോട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങിയതും രണ്ടാം ലോക യുദ്ധത്തിലാണ്. രണ്ടാം ലോക യുദ്ധത്തിൽ അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നത് ഒരൊറ്റ കാരണത്താലാണ് അവർക്ക് ഈ മേഖല ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. അന്ന് വരെ അമേരിക്കയെ പോലും നിയന്ത്രിച്ചിരുന്ന ബ്രിട്ടൻ രണ്ടാം സ്ഥാനത്തേക്കായി. തൊട്ട് പിറകെ, അതായത് ബ്രിട്ടൻ കഴിഞ്ഞാൽ പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ രാജ്യമായിരുന്നു സൈനിക ബലവും ശക്തിയിലും എണ്ണപ്പെട്ടിരുന്നത്. അതുപോലും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയി. പിന്നീട് അവിടെ മേൽക്കോയ്മ അമേരിക്കക്ക് വന്നു. പിന്നെ ഉള്ള മുന്നേറ്റങ്ങളെല്ലാം ബാക്കിയുള്ളവരെ ഗുണ്ടകളെപ്പോലെ ഭയപ്പെടുത്തി ഇരുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ ഭരണത്തെ അട്ടിമറിക്കും, അല്ലെങ്കിൽ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കും, സാമ്പത്തിക തകർച്ച ഉണ്ടാക്കും, ഇറക്കുമതി കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണം കൊണ്ടുവരും, ടാക്സ് കൊണ്ടുവരും, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പീഡിപ്പിക്കുക. അമേരിക്കയ്ക്ക് ബദലായ രീതിയിൽ കൃത്യതയോടുകൂടി എതിർക്കാൻ റഷ്യക്ക് പോലും സാധിക്കാത്ത വിധം റഷ്യയുടെ അകത്ത് ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കി അമേരിക്ക. സോവിയറ്റ് യൂണിയൻ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അൽ-ഖ്വയ്ദ എന്ന് പറയുന്ന ഭീകര സംഘത്തെ സൃഷ്ടിക്കപ്പെട്ട രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അത് സോവിയറ്റ് യൂണിയൻ തകർച്ച ഉണ്ടാവണം, അവിടെ വിഷയങ്ങൾ ഉണ്ടാവണം, ആഭ്യന്തര കലാപങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അൽ-ഖ്വയ്ദ എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ സൃഷ്ടിച്ചത്. അത് അമേരിക്കയായിട്ട് വലിയ ബന്ധമുണ്ട് എന്ന് ഇതിനു മുൻപ് തന്നെ പല അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഒരു അവസ്ഥാ സാഹചര്യങ്ങൾ പിന്നെയും തുടർച്ച ഉണ്ടായിട്ടുണ്ട്. അവിടെ അഫ്ഗാനിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടായി. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിളർന്നുകൊണ്ട് ആദ്യമായി സ്വാതന്ത്ര്യം നേടിയ രാജ്യം തന്നെ അഫ്ഗാനിസ്ഥാനാണ്. പിന്നീടാണ് ഈ പിളർപ്പും കാര്യങ്ങളും പിന്നെ ഉസ്ബെക്കിസ്ഥാനും പാകിസ്ഥാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം 10-ലധികം രാജ്യങ്ങൾ ചെതറിപ്പോവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അമേരിക്ക സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യത്തിൻ്റെ അകത്ത് കളിച്ച നാടകമാണ്. അല്ലെങ്കിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ചെയ്തിരിക്കുന്ന സഹായം പ്രതിഫലിച്ചതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ നിലവിലെ സാഹചര്യങ്ങൾ അവർ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: സാമ്പത്തിക തകർച്ച,
അത് ഭരിക്കുന്ന ഗവൺമെൻറ് അല്ല ഉത്തരവാദി. ആ വിഷയം ഉണ്ടാക്കിയ അമേരിക്കയാണ്. എണ്ണ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിരോധം ഉണ്ടാക്കിയ സമയത്ത് തന്നെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇറാൻ അതിന് ബദൽ സംവിധാനം സൃഷ്ടിക്കുകയും രഹസ്യമായിരിക്കുന്ന ടാങ്കുകൾ പൈപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് മറ്റു രാജ്യത്തിലേക്ക് അത് വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി അമേരിക്കയുമായിട്ടുള്ള ബന്ധം എന്നാൽ നിങ്ങൾക്കത് ഏകോപനത്തിലൂടെ എത്തിക്കൂടെ എന്ന ചോദ്യം, പത്രക്കാരുടെ ചോദ്യത്തിനും വിദേശകാര്യമന്ത്രി മറുപടി പറഞ്ഞത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് അവസാനിപ്പിക്കാനും സമാധാനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം മേഖലയിൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഇറാൻ വലിയ ശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കയും ഇറാനും 5 പ്രാവശ്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയത്. ഫ്രാൻസിൽ നടത്തിയിട്ടുണ്ട്, ഒമാനിൽ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 6ാം ഘട്ട ചർച്ച നടത്തുന്നതോട് കൂടിയിട്ട് ഈ വിഷയത്തിന് ഏറെക്കുറെ രമ്യമായിരിക്കുന്ന പരിഹാരം ഉണ്ടാകുമെന്ന് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു, ഇറാൻ അറിയാമായിരുന്നു, ലോകത്തിനും അറിയാമായിരുന്നു. അങ്ങനെ ഒരു ചർച്ച നടത്താൻ പാടില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. നമുക്കറിയാവുന്നതാണ് അതിൻ്റെ ചരിത്ര കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ കരാർ ലംഘിച്ചത് ആരാണ്? ഇസ്രായേലാണ്. ഇസ്രായേൽ ആക്രമിക്കണമെങ്കിൽ അമേരിക്കയുടെ സമ്മതം വേണം, അല്ലെങ്കിൽ അമേരിക്ക ആക്രമിപ്പിച്ചതാണ് ഇസ്രായേലിനെ കൊണ്ട്. ഏതുപോലെ ഖത്തറിനെ ആക്രമിച്ച പോലെ ഖത്തറിന് ബോംബിട്ടത് ആരാണ്? ഇസ്രായേലാണ്. ഇസ്രായേൽ എന്ന് വെച്ചാൽ അമേരിക്കയുടെ അനുമതിയോട് കൂടിയാണ് ഇട്ടത്. അത് എവിടുന്നാണ് വിമാനം പറന്നത്? ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിൽ നിന്ന്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം തുടരുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അമേരിക്ക തന്നെയാണ്. എന്നിട്ട് അമേരിക്ക സാമ്പത്തിക ഉപരോധം ഉണ്ടാകുന്നു, സാമ്പത്തിക ഉപരോധം രാജ്യത്തുണ്ടാകുന്നു. അതിനാൽ തന്നെ ഭരണം അട്ടിമറിയുന്ന പ്രക്ഷോഭകാരികൾ ശക്തരാകും, ഞങ്ങൾ പിന്തുണയുണ്ട്, സായുധപരമായിരിക്കുന്ന സഹായങ്ങളൊക്കെ നൽകുമെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിച്ച ഒരു ജനതയെ രംഗത്തിറക്കിയിട്ട് ആഭ്യന്തര കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളത് പല രാജ്യങ്ങളിലും അമേരിക്ക ഉപയോഗിക്കുകയും വിജയിക്കുകയും ചെയ്തിരിക്കുന്ന തന്ത്രമാണ്. ആ കാര്യം തന്നെയാണ് ഇപ്പോഴും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്നതെന്ന് ചുരുക്കം. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയായി പറഞ്ഞ പോലെ അമേരിക്കയെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു നിസ്സാരമായിരിക്കുന്ന വാക്കുകളല്ല, അതൊരു പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്ന വാക്കുകളാണ്. കാര്യം ഒരു കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും ഏകോപനമുണ്ട്. കാര്യം അവർക്ക് എതിരെ പ്രക്ഷോഭം നടത്തുന്ന, സമരം നടത്തുന്ന ഒരു വിഭാഗത്തിൻ്റെയും കൈവശത്തിലുള്ള ആയുധങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിനും അമേരിക്കയ്ക്കും സാധിച്ചിട്ടില്ല. ഫലസ്തീൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഗസയിലെ ഹമാസിൻ്റെ ആയുധങ്ങൾ നശിപ്പിച്ചു എന്ന് ഇപ്പോഴും ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടില്ല. യുദ്ധം 3ാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശിച്ചിട്ടും യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൂത്തികളുടെ ആയുധങ്ങൾ അപ്പാടെ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന് അമേരിക്ക അവകാശപ്പെട്ടിട്ടില്ല. ഇറാനുമായിട്ടുള്ള ആക്രമണത്തിൽ ആദ്യം 20 മുതൽ 30%, പിന്നീട് 30% മുതൽ 70% വരെ നിർമ്മിക്കപ്പെട്ട മിസൈൽ തങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ കളവ് പറഞ്ഞു. ആ വാക്ക് പറഞ്ഞ് അവസാനിച്ച ഒരു 6ാമത്തെ മണിക്കൂറിൽ ഇറാനിൽ നിന്ന് തുരുതുര മിസൈലുകൾ ഇസ്രായേലിലേക്ക് പ്രവഹിച്ചു. അതോടുകൂടിയാണ് ഇസ്രായേലിനെ ബോധ്യപ്പെട്ടത് തങ്ങൾ നശിപ്പിക്കപ്പെട്ട ആയുധങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, അതല്ലെങ്കിൽ ഉപയോഗശൂന്യമായിരിക്കുന്ന ഈ ആയുധങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യത്തെ ആകർഷിക്കാനുള്ള എന്തൊക്കെയോ പരിപാടികൾ ഇറാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ ഗസയിലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഗസയിൽ എന്ന് പറഞ്ഞാൽ ബങ്കറുകളുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഒറിജിനൽ ബങ്കറാണെന്ന് അതിൽ കരുതിയിട്ട് പ്രവേശിക്കുന്ന സമയത്ത് ഒന്നുകിൽ സ്ഫോടനം ഉണ്ടാവും, അല്ലെങ്കിൽ ആക്രമിക്കപ്പെടും, അതിൽ ഹമാസ് തട്ടിക്കൊണ്ടുപോകും. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ തന്നെ സാധാരണഗതിയിൽ നടക്കാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഏത് തരത്തിൽ ഇറാനിൽ ഇടപെട്ടാലും ഇറാനെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ ഈ 2011 ആ കാലഘട്ടത്തിലെ ഈ പെൻറ്റഗൺ അക്രമത്തോടനുബന്ധിച്ച് 10 തെമ്മാടി രാജ്യങ്ങൾ ആദ്യത്തെ രാജ്യത്തിൻ്റെ പേര് താലിബാൻ എന്നാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂട്ടം ഭീകര തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന വ്യക്തികളാണ്. അത് ഇല്ലാതെ ചെയ്യണം, നിഷ്കാസനം ചെയ്യപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുകയും ചെയ്തു. പക്ഷേ അവർ തിരിച്ചു വന്നു. ആ തിരിച്ചുവരവ് ഒരിക്കലും അമേരിക്ക പ്രതീക്ഷിച്ചില്ല. 15 വർഷം കഴിഞ്ഞതിന് ശേഷം അതിശക്തമായിരിക്കുന്ന തിരിച്ചുവരവ് അഫ്ഗാനിസ്ഥാനിൽ നടത്തുകയും ഹമീദ് കർസായിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിലേറുകയും 2500ഓളം അമേരിക്കയുടെ സൈനികരെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തു. അമേരിക്ക ഞെട്ടിപ്പോയിരിക്കുന്ന കാര്യമാണ്. ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി ഖത്തറാണ് അതിൽ മധ്യസ്ഥത വഹിച്ചത്.
അവർക്ക് ആവശ്യപ്പെട്ടത് എന്താണോ അത് നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് ആവശ്യപ്പെട്ടത് എന്നുള്ളതും എന്താണ് നൽകിയത് എന്നതിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും പുറത്ത് വന്നിട്ടില്ല. കാര്യം സൈനികർ പിടികൂടപ്പെടുക, മരിക്കുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. കാര്യം അത് മറ്റുള്ള സൈനികരിലേക്കും അത് ബാധിക്കും. ഞങ്ങൾ മരണപ്പെട്ടാൽ ഇങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് മാനസികമായ രീതിയിൽ ഈ രാജ്യത്തോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് അവർ മാറി നിൽക്കാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ പല ഘട്ടങ്ങളിലും അമേരിക്കയും ഇസ്രായേലും തയ്യാറാവുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, സാമ്പത്തിക തകർച്ചയ്ക്ക് ഉത്തരവാദി അമേരിക്കയാണ്. അവിടെ ആഭ്യന്തര പ്രക്ഷോഭം ഉണ്ടാകുന്നതിന് ഉത്തരവാദി അമേരിക്കയാണ്. അതുകൊണ്ട് നാട് നീങ്ങേണ്ടത് അമേരിക്കയാണ്. തങ്ങൾ തീർച്ചയായിട്ടും വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും. ഈ പ്രക്ഷോഭകാരികൾക്ക് അമേരിക്ക ആയുധം നൽകുന്നു എന്നുള്ളത് നിസ്സാരമായിട്ട് കാണുകയില്ല. അത് വളരെ ഗൗരവത്തിൽ കാണുകയും അതിനു വേണ്ടിയിട്ടുള്ള പണികൾ തങ്ങൾ എടുക്കുകയും ചെയ്യുമെന്നാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ രാജ്യത്തിൻ്റെ നിലപാട് പറഞ്ഞിരിക്കുന്നത്.